وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തഖ്വയിൽ അടിയുറച്ചു നിന്ന് മുവഹിദുകളും മുത്തഖീങ്ങളുമായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മാസങ്ങളായി നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ അധ്വാനിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് അറിയപ്പെടാൻ പോകുന്ന ജാമിഅയുടെ പ്രഥമ സംരംഭമായ ശർഇയ്യ കോളേജ് ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുകയാണ്. ക്ലാസുകൾ ഇതിനു മുമ്പേ നമ്മൾ ആരംഭിച്ചു. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വളരെയധികം റാഹത്തോടു കൂടി നാം ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു. 170 വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ അഡ്മിഷൻ നേടി അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ആൺകുട്ടികൾ മാത്രമാണ്. പെൺകുട്ടികളെ നാം ഇപ്രാവശ്യം നമ്മുടെ ഈ ക്യാമ്പസിൽ പ്രവേശനം നൽകിയിട്ടില്ല. ആൺകുട്ടികൾ മാത്രം. അത്രയും നല്ല ഒരു എണ്ണം ദീനു പഠിക്കാൻ താല്പര്യം കൊണ്ട് അവിടെ വന്നു എന്നുള്ളത് അൽഹംദുലില്ലാഹ് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും ശിർക്ക് ആരോപിച്ചാലും ഏതെല്ലാം രൂപത്തിലുള്ള കുപ്രചാരങ്ങൾ എങ്ങനെല്ലാം അഴിച്ചുവിട്ടാലും ശരി, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചതാണല്ലോ ദീനിനെയും ദീനിന്റെ സംരംഭങ്ങളെയും അവൻ സഹായിക്കുമെന്നുള്ളതും വിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ട അതിന്റെ അനിവാര്യ ഘടകങ്ങളെയും ഒക്കെ റഹ്മാനായ റബ്ബ് സംരക്ഷിക്കാം എന്നുള്ളത് അല്ലാഹു തആല നൽകിയ ഒരു ഓഫറാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചത്, നാം തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കുന്നു. ഖുർആനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതിന്റെ വരികളോ പേജുകളോ മാത്രം സംരക്ഷിക്കുക എന്ന ഒരു അർത്ഥത്തിൽ മാത്രമല്ല ആ ഒരു വചനം. മറിച്ച് വിശുദ്ധ ഖുർആൻ അതിന്റെ ശരിയായ ആശയത്തിൽ നിലകൊള്ളുവാനും
ഏത് അർത്ഥത്തിലാണോ അല്ലാഹു തആല അത് അവതരിപ്പിച്ചത്, ആ ഒരു അർത്ഥതലത്തിൽ തന്നെ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ലഭ്യമാകാവുന്ന തരത്തിൽ അതിവിടെ നിലനിൽക്കുവാനും എന്തെല്ലാം സംവിധാനങ്ങളും സാഹചര്യങ്ങളും സംരംഭങ്ങളും ഈ ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ടോ അതെല്ലാം നാം നിലനിർത്തും എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിച്ചത്. വിശദീകരിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പഠിക്കാൻ മുമ്പോട്ട് വരുന്ന ആളുകളും അത് പ്രബോധനം ചെയ്യാനുള്ള പണ്ഡിതന്മാരും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളും അറബി ഭാഷയുമടക്കം വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടാൻ അനിവാര്യമായും ഈ ലോകത്ത് നിലനിൽക്കേണ്ട എന്തെല്ലാമുണ്ടോ അതെല്ലാം അള്ളാഹു സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ആയത്തിന്റെ സൂചനയെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരൊക്കെ ദീനീ സംരംഭങ്ങൾ ഇല്ലാതാക്കുവാനും നശിപ്പിക്കുവാനും മുന്നിട്ടിറങ്ങിയാലും നമ്മളെല്ലാം ദീനീ മേഖലയിൽ നിന്ന് നമ്മുടെ പ്രവർത്തനം മതിയാക്കി നാം പോയാലും അല്ലാഹു തആല അവിടെ ദീന് നിലനിർത്തുവാനും വിശുദ്ധ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നതിൻ്റെ ആ ഒരു പ്രഖ്യാപനം മുഖവിലക്കെടുത്തുകൊണ്ട് മാത്രമാണ് ദീൻ പഠിക്കാനുള്ള സംരംഭങ്ങളെല്ലാം ഇല്ലാതായപ്പോഴും അതിന് മറ്റൊരു സംവിധാനം എന്നത് റഹ്മാനായ റബ്ബ് ഇത്തരം ഒരു സംരംഭം നമുക്ക് ഒരുക്കി തന്നു എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 7 വർഷത്തെ പഠനം പൂർത്തിയാക്കിയ ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആൻ പകുതി നിർബന്ധമായും ആ കുട്ടി ഇഫ്ലാക്കുന്ന രൂപത്തിലാണ് നമ്മുടെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഏകദേശം 1500-ലേറെ ഹദീസുകൾ ഈ 7 വർഷങ്ങൾക്കുള്ളിൽ ഓരോ കുട്ടിയും ഇൻഷാ അല്ലാഹ് കാണാതെ പഠിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ സിലബസ്. അതോടൊപ്പം അഖീദയും ഫിഖ്ഹും തഫ്സീറും മറ്റു വൈജ്ഞാനിക മേഖലകളും എല്ലാത്തിലും നല്ല പ്രാവീണ്യം നേടുകയും അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിൽ നല്ല കഴിവുറ്റ പ്രബോധകന്മാരായി അവരെ വാർത്തെടുക്കുകയും ചെയ്യുന്ന സംവിധാനം കൂടി നാം അതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു സ്ഥാപനമായി ദീനി പഠന മേഖലയിൽ എല്ലാവർക്കും മാതൃകയായി കാണാവുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ജാമിഅയെ റഹ്മാനായ നാഥൻ ഉയർത്തുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആത്മാർത്ഥമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കാലത്തോളം റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം ആ വിഷയത്തിൽ സഹായിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ഓഫർ അത് റഹ്മാനായ റബ്ബ് പാലിക്കാതിരിക്കില്ല എന്ന ബോധ്യം നമുക്കുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യതയും വലിയ അധ്വാനവും ആവശ്യമായ മേഖലയാണെങ്കിലും എല്ലാം റബ്ബിൽ ഏൽപ്പിച്ച് ആത്മാർത്ഥമായി കൈകാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ അതൊക്കെ പ്രയാസങ്ങളില്ലാതെ എല്ലാം നേരായി വരും എന്ന പ്രതീക്ഷയുണ്ട്. റഹ്മാനായ റബ്ബ് ആ നിലക്ക് നമ്മെയും നമ്മുടെ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഇതിന് പുറമെ നമ്മുടെ പ്രബോധകന്മാർക്കും
അതുപോലെ സാധാരണക്കാർക്കും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകം ചില കോഴ്സുകൾ കൂടി റമദാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ ഉദ്ദേശമുണ്ട്. ദഅ്വ രംഗത്തുള്ള എന്നാൽ വേണ്ടത്ര ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ, അവർക്ക് പ്രത്യേകമായ കോഴ്സായി തന്നെ പ്രത്യേക സിലബസ് ഒക്കെ ഉണ്ടാക്കി ഇൻഷാ അല്ലാഹ് റമദാന് ശേഷം നിലവിൽ അവരുടെ ജോലിയെ ബാധിക്കാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാവുന്ന തരത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സാധാരണക്കാർക്കും തങ്ങളുടെ ജോലികളിൽ പ്രയാസമില്ലാത്ത രൂപത്തിൽ തന്നെ ആഴ്ചയിൽ 1-2 ദിവസം വന്ന് അവിടെ താമസിച്ച് ദീന് പഠിക്കാനുള്ള ഒരു പ്രത്യേകമായ സൗകര്യവും ഇൻഷാ അല്ലാഹ് നാം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം സലഫി കൂട്ടായ്മയുടെ കീഴിൽ ഇറങ്ങുന്ന ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസിദ്ധീകരണം, അതിൻ്റെയും ഒരു ആസ്ഥാനമായി നമ്മുടെ ജാമിഅ തന്നെയാണ് നാം നിശ്ചയിച്ചിട്ടുള്ളത്. ജാമിഅയുടെ ഉദ്ഘാടന ദിവസത്തിൽ അതിൻ്റെ 1ാമത്തെ കോപ്പി ഇൻഷാ അല്ലാഹ് പുറത്തിറങ്ങും. ശേഷം നമ്മുടെ ജാമിഅ ആസ്ഥാനമായി എടുത്തുകൊണ്ട് അവിടെ ഓഫീസായി സ്വീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു വൈജ്ഞാനിക വേദി, ദീനിയായ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യാനും പഠിക്കാനും ആവശ്യമായ വൈജ്ഞാനികമായ നിർദ്ദേശങ്ങളും നേതൃത്വം നൽകാനും ഉതകുന്ന ഒരു വൈജ്ഞാനികമായ ഒരു ബോഡിയും ഇൻഷാ അല്ലാഹ് ജാമിഅ ആസ്ഥാനമായി അധികം വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. എല്ലാം കൊണ്ടും ദീനിയായി നമുക്കുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ആസ്ഥാനമായി ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനം മാറും. ഇപ്പോൾ തന്നെ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാർ നമുക്കവിടെ സ്ഥിരം അധ്യാപകരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി, അതേപോലെ ഷമീർ മദീനി, ഹംസ മദീനി, ഫദ്ലുൽ ഹഖ് ഉമരി, തൽഹത്ത് സുലാഹി തുടങ്ങിയ ദഅ്വ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പല ദാഴിമാരും അവിടെ മുഴുവൻ സമയ അധ്യാപകരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ സന്ദർശകരായിക്കൊണ്ട് അബൂബക്കർ സലഫി, കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, പി കെ അബ്ദുൽ റസാഖ് സുല്ലമി തുടങ്ങിയവരും സന്ദർശക അധ്യാപകരായി നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ തന്നെ സേവനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഭാഷകൾക്കും മറ്റുമായി പുറത്തു നിന്നുള്ള ആ രംഗത്ത് കഴിവുള്ള ആളുകളെയും നാം പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി അത്തരം കോച്ചിങ്ങുകളും നൽകിക്കൊണ്ടിരിക്കുന്നു. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തിയുള്ള പ്രത്യേകമായ ദൗറകൾ നമ്മുടെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വരുന്ന നാളുകളിൽ അത്തരം ദൗറകൾ നമ്മുടെ MICR ലൈവായി നമുക്ക് പ്രക്ഷേപണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ആലോചിക്കാവുന്നതാണ്. അതോടൊപ്പം ആഴ്ചതോറും ഇവർക്കുള്ള ഖുത്ബ പരിശീലനങ്ങളും മറ്റു പ്രഭാഷണ പരിശീലനങ്ങളും എല്ലാം നാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായ സാഹചര്യമാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോഴുള്ളത്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി കൈകാര്യം ചെയ്യുവാനും റഹ്മാനായ റബ്ബിന്റെ സഹായം ധാരാളമായി ലഭ്യമാകുവാനും എല്ലാവരും ദുആ ചെയ്യണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. മാസം തോറും വലിയ സാമ്പത്തിക ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നാം ഏറ്റെടുക്കുന്നത്. 170 വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു അനധ്യാപകരും അടക്കം 200ഓളം ആളുകൾ സ്ഥിരമായി താമസിച്ച് അവിടെ പഠനവും മറ്റുമായി മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചെലവുകൾ നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. അതോടൊപ്പം വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്കൊരു ബാധ്യതയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്
നാം ഇതിനായി കണ്ടെത്തിയ നമ്മുടെ സ്ഥലത്തേക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് യഥാസമയം നമ്മുടെ സ്ഥിരം ക്യാമ്പസിലേക്ക് സ്ഥാപനം മാറ്റണമെന്ന നിലക്ക് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലവുമായി ബന്ധപ്പെട്ട് അല്പം ബാധ്യത കൂടി ഇനിയും നമുക്ക് തീർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം പൂർത്തിയാകും. റഹ്മാനായ റബ്ബ് അങ്ങേയറ്റം സഹായം ഈ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ആ സഹായം ഇൻഷാ അല്ലാഹ് കിട്ടും, കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്കുള്ള ആളുകൾ ഉംറക്കും മറ്റുമായി പോകുമ്പോൾ ഹറമിൽ വെച്ചും അതേപോലെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ വേളയിലുമൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിനു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നിങ്ങൾക്ക് ദുആ ചെയ്യുന്നുണ്ട് എന്നറിയാം. എല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് ഈ നിലക്കുള്ള ഒരു ഉന്നമനത്തിന് നമുക്ക് വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ സാധ്യമായത്. മാത്രവുമല്ല, വലിയ വലിയ സൗകര്യങ്ങളുള്ള മറ്റു പല സ്ഥാപനങ്ങളും അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകൾ സൗകര്യം പോലെ ഞങ്ങൾക്ക് അന്വേഷിക്കുന്നതും നല്ലതാണ്. 250, 300 അതിലേറെയും അപേക്ഷകൾ വന്ന് റെക്കമെൻഡ് ലെറ്ററുമായി കാത്തു നിന്നിരുന്ന പല ജാമ്യകളുടെയും ഈ വർഷത്തെ അഡ്മിഷൻ എത്ര എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതൊക്കെ സൗകര്യം പോലെ നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ മനസ്സിലാവും ദീനുമായി ബന്ധമുള്ള, ദീനെ സ്നേഹിക്കുന്ന, പ്രമാണങ്ങളെ മാറോട് ചേർക്കുന്ന, തൗഹീദിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളുകൾ എവിടെ നിൽക്കുന്നുവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം. MICR ലൈവായി ഇൻഷാ അല്ലാഹ് നാം അതിന്റെ മുഴുവൻ പ്രോഗ്രാമുകളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഉമറാബാദിലെ ദാറുസ്സലാം കോളേജുകളുടെ മുൻ പ്രിൻസിപ്പൽ കൂടിയായ അനീസുർ റഹ്മാൻ അഴലമിയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം മഞ്ഞളാംകുഴി അലി, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ ഒട്ടുമിക്ക പണ്ഡിതന്മാർ മുഴുവനും ഇൻഷാ അല്ലാഹ് അവിടെ പങ്കെടുക്കും. ബഹുമാന്യനായ ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ 2ാം വാള്യത്തിന്റെ പ്രകാശനവും നമ്മുടെ ഉദ്ഘാടന വേളയിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അതോടൊപ്പം നാം പുറത്തിറക്കുന്ന നമ്മുടെ സലഫി കൂട്ടായ്മയുടെ നമ്മുടെ പ്രസിദ്ധീകരണം, അതിൻ്റെയും ആദ്യ കോപ്പി ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച നമ്മുടെ ആ പ്രോഗ്രാമിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടും. എല്ലാ അർത്ഥത്തിലും ദീനിയായ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു അത്താണിയായി, ഒരു ആശാകേന്ദ്രമായി ഈ ജാമ്യ മാറുമെന്നാണ് പ്രതീക്ഷ. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന പേരിലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനം അറിയപ്പെടുക. നമ്മുടെ പണ്ഡിതന്മാരുമായി എല്ലാം കൂടിയാലോചിച്ച് എല്ലാവരുടെയും ഒരു പൊതുവായുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പേര് നാം അതിന് സ്വീകരിച്ചത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന് ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ജീവിതാവസാനം വരെ പ്രവർത്തിക്കാൻ തൗഫീഖും വിജ്ഞാനവും റഹ്മാനായ നാഥൻ നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്തിനും വേങ്ങരക്കും കൊണ്ടോട്ടിക്കും ഇടയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശത്താണ് നാം ഇതിനു വേണ്ടി സ്ഥലം കണ്ടെത്തിയത്. 10 ഭൂമി അതിന് കണ്ടെത്തിയിട്ടുണ്ട്. തൽക്കാലം പെരിന്തൽമണ്ണയിൽ പട്ടാമ്പി റോഡിൽ ചെറുകര എന്ന പ്രദേശത്ത് മുമ്പ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക ക്യാമ്പസ് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ സ്ഥാപനം താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഒട്ടും വൈകാതെ ഏതാനും മാസങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥലം ക്യാമ്പസിലേക്ക് മാറണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അധികം വൈകാതെ ഇൻഷാ അല്ലാഹ് തുടങ്ങും. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. എല്ലാവരും നമ്മുടെ കൂടെ സഹായിച്ചും എല്ലാവരും ഉണ്ട്. ബഹുമാന്യ കുഞ്ഞി മുഹമ്മദ് പറപ്പൂരൊക്കെ തുടക്കം മുതൽ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യപൂർവ്വം നമ്മുടെ കൂടെ സഹായിക്കാൻ ഉണ്ട്. സ്ഥാപനം തുടങ്ങിയപ്പോഴും ആഴ്ചയിൽ 3 ദിവസം അദ്ദേഹം അവിടെ അധ്യാപകനായി സേവനം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അതൊക്കെ വലിയ
ആ നിലക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നാം പ്രതീക്ഷിക്കാത്ത പല ആളുകളുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ, പുറത്തു പറയാൻ താല്പര്യമില്ലാത്ത, പലപ്പോഴും വേദികളിൽ നാം കാണാത്ത പല ആളുകളും നമ്മെ ഈ വിഷയത്തിൽ ധാരാളമായി സഹായിക്കുന്നുണ്ട് എന്ന് കൂടി നാം കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 8 മുതൽ വൈകുന്നേരം വരെ കേരളത്തിൽ നമ്മുടെ മുഴുവൻ ദാഇമാരും ഒരുമിച്ച് കൂടി നമുക്ക് ഈ സ്ഥാപനവും അതേപോലെ ബന്ധം വളരെ ഗൗരവ ചർച്ചകൾ നടക്കുക. 5 മണിക്ക് MICRന്റെ അഡ്മിന്മാരുടെ പ്രത്യേകമായ ഒരു സംഗമം, അവരുടെ മീറ്റിംഗ് മലപ്പുറത്ത് വെച്ച് അതും നാം സംഘടിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊന്നും നോക്കാതെ ആരെന്തൊക്കെ പ്രചരിപ്പിച്ചാലും അതൊന്നും കാര്യമാക്കാതെ നാം നമ്മുടെ ദൗത്യവുമായി ദഅവത്തുമായി നാം ഇറങ്ങുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രചാരണങ്ങളും മറ്റുമായി ഇറങ്ങുന്നവർ അവരതുമായി പോകട്ടെ. അവർക്ക് ആവശ്യമായത് റഹ്മാനായ നാഥൻ നൽകിക്കൊള്ളും. നാം അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ആ ദീനിന്റെ സേവനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ച് നാം ദഅവത്തുമായി ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് അതാണ് വിജയത്തിനുള്ള മാർഗം. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്ഥാപനവുമായി ബന്ധപ്പെട്ട അറിയേണ്ടുന്ന വല്ലതുമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 5-10 മിനിറ്റ് സമയം ചോദിക്കാമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. മറ്റൊരുപാട് വിഷയങ്ങളുണ്ടാകും, അതെല്ലാം കൂടി ചോദിക്കാനുള്ള ഒരു അവസരമല്ല. ഇപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് വല്ലതും ഉണ്ടെങ്കിൽ അത് കൂടി ആശങ്കകൾ അതുപോലുള്ള സംശയങ്ങൾ അവർക്ക് ചോദിക്കാം. അത് ദൂരീകരിക്കാൻ വേണ്ട അല്പസമയം കൂടി നൽകാമെന്ന് കൂടി സൂചിപ്പിച്ചു നിർത്തുന്നു. അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ അസ്ലംക എടുത്ത് കണ്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അദ്ദേഹം കൈ ഉയർത്തിയിട്ടുണ്ട്. ഉസ്താദിനോട് ചോദിക്കാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പം ഉസ്താദിനെ ഡയറക്റ്റ് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത് അത് ഒരു സുഖകരമായി തോന്നുന്നില്ല. കാരണം വളരെ തിരക്കേറിയ ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഉസ്താദിനെ സംബന്ധിച്ച് എപ്പോഴും ഈ കോളേജിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും വിളിക്കുന്നത് അത് ശരിയുമല്ല. നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാവുന്ന, നമുക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാവുന്ന ഒരു നമ്പർ നൽകിയാൽ വളരെ നന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലർക്കും സംശയങ്ങളുണ്ടാവും. അപ്പൊ അത് ചോദിക്കാവുന്ന ഒരു നമ്പർ നൽകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ അഡ്മിഷന് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത. ഓക്കെ, അടിസ്ഥാന യോഗ്യത അപ്പൊ വേണ്ടവരൊന്ന് നോട്ട് ചെയ്യുക. 9961725725. ഈ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് ആവർത്തിക്കുന്നത്. 9961725725. അടിസ്ഥാന യോഗ്യത എന്താണ് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടത്? ഇപ്പൊ എന്റെ കുട്ടികൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പൊ ഇവനിവിടെ തഹ്ഫീദുൽ ഖുർആനിന് ഇവിടെ തന്നെ ഗൾഫിൽ പഠിച്ച കുട്ടിയാണ്. അപ്പൊ അവന് ഏകദേശം ഒരു 7 ജുസു ഇപ്പൊ തന്നെ ഹാഫിളാണ്. അവർക്കൊക്കെ എങ്ങനെയാണ്, അത്തരം കുട്ടികൾക്കൊക്കെ പൂർണ്ണമായും ഹാഫിളായി വളരാവുന്ന ഒരു പ്രത്യേക ഹിഫ്ള് കോഴ്സ് ഉണ്ടോ എന്നുള്ളതും ഒന്ന് അറിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് പ്രധാനമായിട്ടും. മറ്റു ആളുകൾക്ക് സംശയം ഉള്ള ആളുകൾക്കൊക്കെ മൈക്കിലേക്ക് വരാവുന്നതാണ്. അതുപോലെ തോട്ടശ്ശേരി വന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് വിശദമായി സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. കേൾക്കാമോ? ഞാൻ അസ്ലം ഷാർജയാണ് വിളിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഷേഖ് ഇതിലത്ത് ശ്രദ്ധിക്കേണ്ടത്, ആളുകൾ വിളിച്ച് പലപ്പോഴും കിട്ടാത്ത അവസ്ഥ വരും. പിന്നെ സംസാരിക്കുന്ന ആൾ ക്ഷണിക്കും. ഒരു കളർഫുൾ സൈറ്റ് അല്ലെങ്കിലും സിമ്പിൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു സൈറ്റ് ഇതിനുവേണ്ടി ഉടനെ ഉണ്ടാക്കണം. അൽഹംദുലില്ലാഹ് ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അറബി അത്യാവശ്യം കൈകാര്യം ചെയ്യാവുന്ന ഹിഫ്ളുള്ള കുട്ടികൾ, അവർക്കൊക്കെ ഗൾഫിലുള്ള സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലൊന്ന് പഠിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് വളരെ സന്തോഷവും പ്രാർത്ഥനയും എല്ലാ സഹായവും ഇൻഷാ അല്ലാഹ് ഇതിനകത്ത് ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒന്നും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും ഒരു സൈറ്റിൽ സിമ്പിളായിട്ട്
അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന ഒരു അഭിപ്രായമുണ്ട്. ഇതാണ് ഇത്തരണത്തെ സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഈ അടിച്ച നമ്പറാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഒന്നുകൂടെ സൂചിപ്പിക്കുക, 9961725725. ഇത് നമ്മുടെ ഓഫീസ് നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് വിശദമായി മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. എപ്പോഴും വിളിച്ചാൽ ലഭ്യമാകുന്ന നമ്പർ കൂടിയാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം സ്ഥാപനം ഇൻഷാ അല്ലാഹ് എല്ലാ പ്രായക്കാർക്കും പറ്റാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ആയി വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നാം ആരംഭിച്ചത് SSLC പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അറബി കോളേജുകൾ ധാരാളം ഉണ്ടെങ്കിലും ആ അറബി കോളേജുകളിൽ പഠനം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തേക്ക് പലതും മാറിയപ്പോൾ അതിനുമൊരു പരിഹാരം ആണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വർഷം നമ്മൾ ആരംഭിച്ചത് SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതിനെ കൂടെ ഹിഫ്ദ് കൂടെ ആരംഭിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ അറബി കോളേജിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളേറെ ധാരാളം വിദ്യാർത്ഥികൾ വന്നപ്പോൾ ഉള്ള സൗകര്യങ്ങൾ അവർക്ക് തന്നെ പര്യാപ്തമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനാലാണ് മറ്റു കോഴ്സുകളിലേക്ക് ഇപ്രാവശ്യം ചിന്തിക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് ഒട്ടും വൈകാതെ ഹിഫ്ദ് ക്ലാസുകൾ നമ്മൾ ആരംഭിക്കും. അടുത്ത അധ്യയന വർഷമെങ്കിലും തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കേവലം ഒരു ഹിഫ്ദ് കോഴ്സായി അല്ല നാം ഉദ്ദേശിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ ഏറ്റെടുത്ത് ഖുർആൻ ഹിഫ്ളാക്കി അതിന് തുടർച്ചയെന്നോണം ഹദീസും ഹിഫ്ളാക്കി മറ്റു മതപരമായ വിഷയങ്ങൾ കൂടി പഠിച്ച് അതിന്റെ ഗൂഢഭൗതികമായ ശിക്ഷണവും കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിന്റെയും മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മറ്റു പ്രായത്തിലുള്ള ആളുകൾക്കും, അഥവാ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു പല സ്കൂളിൽ നിന്നും മാറി വരുന്ന കുട്ടികൾക്ക് കൂടിയുള്ള സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് വൈകാതെ നമ്മുടെ ആരംഭിക്കും. ഹോസ്റ്റൽ സൗകര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ കുട്ടികൾ നിർബന്ധമായും ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അവിടെയുള്ളത്. അങ്ങനെ ആകുമ്പോഴേ നാം ഉദ്ദേശിച്ച രൂപത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ മുഴുവൻ വിദ്യാർത്ഥികൾ 170 വിദ്യാർത്ഥികളും സൗജന്യമായി താമസ ഭക്ഷണ സൗകര്യത്തോട് കൂടിയാണ് ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചതുപോലെ മറ്റു മേഖലകളിലും മറ്റുള്ള പ്രായക്കാർക്കും ഇൻഷാ അല്ലാഹ് വരും. പെൺകുട്ടികൾക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പസിൽ നാം ആൺകുട്ടികളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഒരു ആസ്ഥാനമായി മാറുന്ന വിദേശ രാജ്യങ്ങളിൽ പോലും ഉള്ള നമ്മുടെ സലഫി ആദർശത്തിലുള്ള പണ്ഡിതന്മാരുടെ കൂടി ഒരു ആസ്ഥാനമായി മാറാവുന്ന ഒരു കേന്ദ്രം എന്ന നിലക്ക് ആ ഒരു കേന്ദ്രത്തിൽ നാം തൽക്കാലം പെൺകുട്ടികളെ ഉദ്ദേശിക്കുന്നില്ല. അവിടെ പുരുഷന്മാരെ മാത്രം സമീപത്ത് ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെട്ട സ്ഥലത്ത് നാം അതിനെ മറ്റൊരു ക്യാമ്പസായി ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ പരിസര പ്രദേശത്തായി ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്യാമ്പസ് നാം ഉണ്ടാക്കുകയും അവിടെ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായി സൗകര്യം നൽകുകയും ചെയ്യും. ഈ വർഷം ഇൻഷാ ഇപ്പോൾ തൃശ്ശൂര് വെങ്കിടങ്ങുള്ള സൽസബീൽ അറബി കോളേജ് നമ്മുടെ ഒരു കോർഡിനേഷന്റെ കൂടി നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്രാവശ്യം പെൺകുട്ടികൾക്ക് വേണ്ടി നാം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. SSLC പരീക്ഷ കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി ഇപ്പോഴവിടെ നമ്മൾ അഡ്മിഷൻ നടത്തി ക്ലാസ്സുകൾ ആരംഭിച്ചു. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് സ്ഥാപനം ഇല്ല നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ആ സ്ഥാപനം നാം അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ ഉമർ മൗലവി തുടക്കമിട്ടതാണ് നമ്മുടെ സൽസബീൽ അറബി കോളേജ്. അത് നമ്മുടെ സലഫി അഖീദ പ്രകാരം തന്നെ 100% പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ വർഷം നമ്മൾ പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും വൈകാതെ അവർക്കും ഇതോട് അറ്റാച്ച് ചെയ്ത് തന്നെ സൗകര്യം ഉണ്ടാകും. അതേപോലെ മറ്റു മേഖലകളിലും ഇൻഷാ അല്ലാഹ് നാം സൗകര്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ദീനി കോഴ്സുകൾ മാത്രമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ കോഴ്സുകൾ തീരെ ഇല്ല എന്നല്ല, പക്ഷെ ഭൗതികമായ കോഴ്സുകൾ നാം പ്ലാൻ ചെയ്യുന്നത് മുഴുവനും ദീന് പഠിക്കാൻ വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ്. പുറത്തുള്ളവർക്ക് വന്ന് കയറി പഠിച്ചു പോകാവുന്ന ഒരു ഭൗതിക കോഴ്സ് ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ ദീന് പഠിക്കാൻ വരുന്ന ഹിഫ്ദിനും അതേപോലെ ശർഈയ കോളേജിലുമൊക്കെ
ദീനു പഠിക്കാൻ വരുന്നവർക്ക് അതിന്റെ കൂടെ കൊടുക്കാവുന്ന രൂപത്തിലുള്ള പുതിയ കോഴ്സുകൾ ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ പുറത്തുള്ള ഒരു കേവലം ഒരു ബിഫാമോ ഒരു ബി.എഡോ ആ നിലക്കുള്ള വെറും ഒരു പുറത്തേക്ക് അതുരമായി പഠിച്ചു പോകാവുന്ന അത്തരമൊരു ക്യാമ്പസ് ആക്കി മാറ്റാൻ നമുക്ക് ഉദ്ദേശമില്ല. 100% ദീനി ക്യാമ്പസായി നമ്മുടെ പണ്ഡിതന്മാരുടെ മുഴുവൻ ഒരു ആസ്ഥാനമായി നല്ല വിശാലമായ ഒരു റഫറൻസ് ലൈബ്രറിയോട് കൂടിയാണ് നമ്മുടെ ക്യാമ്പസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദീനി ലൈബ്രറിയായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈബ്രറി മാറും. എല്ലാ ഭാഗത്തു നിന്നും എല്ലാ തരം പണ്ഡിതന്മാർക്കും വന്ന് റഫർ ചെയ്യാവുന്ന ഒരു കേന്ദ്രമാക്കി ആ ലൈബ്രറിയെ മാറ്റണമെന്നാണ് പ്ലാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആ നിലയ്ക്ക് എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷകരമായ റാഹത്തോടു കൂടിയുള്ള ഒരു സംവിധാനം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അസ്ലമിക്കെ പോലുള്ള ആളുകളൊക്കെ പ്രത്യേകം ഈ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ട് എന്നറിയാം. എന്നാലും സൂചിപ്പിക്കുകയാണ്, ഏതെല്ലാം നിലക്ക് നമുക്കിതിനെ പോഷിപ്പിക്കാൻ കഴിയുമോ അതേപോലെ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ അതൊക്കെ എപ്പോഴും നൽകണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കിതാബുകൾ ആവശ്യമുണ്ട്. ഗൾഫിലുള്ള ആളുകളൊക്കെ വിചാരിച്ചാൽ അതൊക്കെ അനായാസേന സംഘടിപ്പിച്ച് തരാൻ കഴിയും. അതിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധകൾ വേണം. റമദാനിലൊക്കെ പല അറബി സുഹൃത്തുക്കളും അതേപോലെ പല സ്ഥാപനങ്ങളും ധാരാളമായി ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ നൽകുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതേപോലെ ധാരാളം സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. അതിലും നിങ്ങളെല്ലാം ശ്രദ്ധ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഞായറാഴ്ച നമ്മുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ബഹുമാന്യനായ UT മുഹമ്മദ് ബഷീർ MP വെബ്സൈറ്റ് ലോഞ്ചിങ് ചെയ്യും. അതോടുകൂടി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിലൂടെ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാത്തിലും കുറച്ച് ആളുകളാണ് ഉള്ളത് എന്നതുകൊണ്ട് പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പീഡിൽ ചെയ്യാൻ ആയില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് വൈകാതെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കെല്ലാം കിട്ടും. ഷേഖ്, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് ഒരുപാട് സലാഹി സുല്ലമി മദനിമാരുണ്ട്. അവരെല്ലാവരും തന്നെ പലപ്പോഴും ഗൾഫ് മേഖലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ടൈപ്പിംഗ് സെന്ററിൽ വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്കൊക്കെ നമ്മുടെ മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ കഴിവുണ്ട്. അത്യാവശ്യം നാലാളുടെ മുമ്പിൽ കയറി ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനോ കഴിവുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് വേക്കൻസികൾ വരുമ്പോഴേക്കും നമുക്ക് പരിചയമുള്ള നൂറുകണക്കിന് ആളുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഭാഷാപരമായ പ്രശ്നങ്ങളുള്ള ഒരവസ്ഥ ഉണ്ട്. അവർക്ക് ഈ സിലബസ് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അവർക്ക് പുസ്തകം നോക്കാതെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഭാഷ അവർക്കില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അടുത്ത ഒരു തലമുറയിലെങ്കിലും അത്തരം ഒരവസ്ഥ ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം സ്കൂളുകളിൽ ദൈവത്തിന് ധാരാളം സാധ്യതയുണ്ട്. ഒരു കെമിസ്ട്രി ടീച്ചർ സ്നേഹിക്കുന്ന പോലെ, ഒരു ഫിസിക്സ് ടീച്ചർ സ്നേഹിക്കുന്ന പോലെ, അതേപോലെ അത് മറ്റ് വിഷയങ്ങളിലെ അധ്യാപകരെ സ്നേഹിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകനെ സ്നേഹിക്കാത്തതിന്റെ ഒരു കാരണം ആ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ തഹ്ഫീലുൽ ഖുർആനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അറബി ഭാഷ ഉദ്ധരിക്കുമ്പോഴുള്ള മഖ്റജിന്റെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ലാംഗ്വേജും ഇതെല്ലാം ഒരു ഘടകമായി വരുന്നതിന്റെ പേരിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകരെ കുട്ടികൾ പൊതുവിൽ സ്നേഹിക്കുന്നില്ല. അതല്ലെങ്കിൽ ഏറ്റവും അവസാനം മാനേജ്മെന്റിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് രഹസ്യമായ മാർക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് കുട്ടികളെ അറബി ഭാഷയിലും ഇസ്ലാമിക് സ്റ്റഡീസിലും ജയിപ്പിച്ചു വിടുന്ന ഒരു ദുരവസ്ഥയും കാണുന്നുണ്ട്. എന്നാൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വളരെ കർക്കശമായി ഇവിടെ ഇസ്ലാമിക് സ്റ്റഡീസും അറബി ഭാഷ നോൺ മുസ്ലിംസിന് പോലും പഠിക്കണമെന്ന് നിർബന്ധിപ്പിക്കുന്ന UAE മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ നിയമങ്ങൾ ഉള്ള ഈ നാട്ടിൽ പോലും പ്രോപ്പറായി അത് പഠിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ട്. പഠിച്ചവന് വിചാരിച്ച് നമ്മുടെ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും ഇതിന് പറ്റിയ ഒരു ഔട്ട്പുട്ട്, ഇതിന് പറ്റിയ പൊട്ടൻഷ്യലുള്ള കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അധ്യാപകന്മാരെ പുറത്തു കൊണ്ടുവരേണ്ടത് സാമൂഹ്യമായ നമ്മുടെ ഒരു ബാധ്യതയാണ്. ദേവാരംഗത്തുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനോട് ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ടാവണം. ആ ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ സ്നേഹിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ ദൈവത്തിന് നടത്താൻ വേണ്ടിയുള്ള അധ്യാപകരെ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. അതും കൂടി ഇതിനകത്ത് ദയവ് ചെയ്ത് നിങ്ങൾ പരിഗണിക്കണം. ഇതിന്റെ പ്രിൻസിപ്പലിനെ ഈ അവസരത്തിൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ആയിരക്കണക്കിന് പ്രവാസികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഒരു അഭിപ്രായമാണ്. പലരും എന്തുകൊണ്ട് പറയാൻ വിട്ടുപോകുന്നതാണ്. അതുകൊണ്ട് ദയവേത് ഇതൊരു പരിഗണിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്ലംക വളരെ പ്രസക്തമായ നിർദ്ദേശമാണ് മുമ്പോട്ട് വെച്ചത്. നാം അത് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഇംഗ്ലീഷിന് 2 അധ്യാപകരെ നാം പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു അധ്യാപകനും, മറ്റൊന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷന് പറ്റാവുന്ന രൂപത്തിൽ ഇംഗ്ലീഷിൽ നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാവുന്ന രൂപത്തിൽ ഹൈദരാബാദ് ഇഫ്ലു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ PG എടുത്ത ഒരു അധ്യാപകനെയും നാം അതിന് പ്രത്യേകമായി നിശ്ചയിച്ചു. അദ്ദേഹം സേവനം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ലേഖനം എഴുതാനും വരെ കഴിയാവുന്ന രൂപത്തിൽ ഇവരെ വളർത്തിയെടുക്കുക എന്ന് തന്നെയാണ് നാം ആദ്യമേ ലക്ഷ്യം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ബൈലോയിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ കുട്ടികൾ 5 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനും ഖുതുബ നിർവഹിക്കുവാനും പ്രസംഗിക്കുവാനും ലേഖനങ്ങൾ എഴുതുവാനും പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും എല്ലാം കഴിയുന്നവരായി മാറണം എന്ന് പ്രത്യേകം നമ്മൾ ലക്ഷ്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഉറുദു ഭാഷയും അതുപോലെ അറബിയും. നമ്മുടെ ക്യാമ്പസ് പൂർണ്ണമായും അറബിയിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസിൽ അറബി, ഇംഗ്ലീഷ്, ഉറുദു ഈ 3 ഭാഷകളെ സംസാരിക്കാവൂ എന്ന് 1ാമത്തെ ദിവസം മുതൽ തന്നെ നാം വാശി കാണിക്കുകയും നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ മറ്റ് സംസാരങ്ങളടക്കം ക്യാമ്പസ് പൂർണ്ണമായും അറബിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം അവിടെ ഉപയോഗിക്കാറില്ല. എന്നാൽ ആഴ്ചയിൽ ഒരു ക്ലാസ് പ്രത്യേകമായി മലയാള ഭാഷക്കും നൽകുന്നുണ്ട്. നമ്മുടെ ദാഴിമാരായി രംഗത്ത് വരുന്ന ആളുകൾക്ക് മലയാള ഭാഷയും പ്രധാനമാണ് എന്നതുകൊണ്ട് മലയാളത്തിലും പ്രത്യേകമായി ക്ലാസ് ആഴ്ചയൊരിക്കൽ പുറത്തു നിന്ന് യൂണിവേഴ്സിറ്റി, മറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മലയാള ഭാഷയിൽ പ്രത്യേകമായ പ്രാവീണ്യമുള്ള പ്രൊഫസർമാരും മറ്റുമൊക്കെ നാം പ്രത്യേകമായി ഗസ്റ്റായി കൊണ്ടുവന്നുകൊണ്ട് മലയാളം ക്ലാസ്സുകൾ നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ലോകാടിസ്ഥാനത്തിലുള്ള മൊത്തത്തിലുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള പുറത്തുനിന്ന് അത്തരം ആളുകളെ കൊണ്ടുവന്നുള്ള ക്ലാസ്സുകളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മൊത്തത്തിൽ ലോക രാഷ്ട്രങ്ങളെക്കുറിച്ചും ലോക ഭാഷകളെക്കുറിച്ചും മൊത്തത്തിലുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേവലം ഒരു കിതാബ് ഓതി പഠിച്ച് മറ്റൊന്നിനും കഴിയാത്ത ഒരാളായി മാറുന്ന തരം രീതി ഇൻഷാ അല്ലാഹ് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 ഭാഷകൾ ഇംഗ്ലീഷ്, ഉറുദു, അറബി ഒപ്പം മലയാളവും 4 ഭാഷകളിൽ നല്ല പ്രാഗൽഭ്യവും ഈ 4 വിഷയങ്ങളിൽ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും സംസാരിക്കാനും എല്ലാം കഴിയാവുന്ന തരവും, എന്നാൽ ഏത് കിതാബും കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ദീനിയായ നല്ല അടിയുറച്ച വിജ്ഞാനവും വിശുദ്ധ ഖുർആൻ പകുതിയെങ്കിലും ഹിഫ്ളും നേരത്തെ സൂചിപ്പിച്ച പോലെ 1500-ലേറെ ഹദീസുകളും ഹിഫ്ളാക്കിക്കൊണ്ടുള്ള, അതേപോലെ സലഫി അഖീദയിൽ പഠിപ്പിക്കുന്ന പ്രത്യേകമായ ഉസൂൽ സലാസ, അതേപോലെ കിതാബു തൗഹീദ് പോലുള്ള മുത്തൂനുകൾ അതും കാണാതെ പഠിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. യാസിർ ബിൻ ഹംസ, അതേപോലെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള തുടങ്ങിയ സൗദി അറേബ്യയിലേക്കുള്ള നമ്മുടെ പണ്ഡിതന്മാരെ കൂടി ചർച്ച ചെയ്തു അവരോടുകൂടി ചർച്ച ചെയ്തുകൊണ്ട് അവിടെ എല്ലാം അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സിലബസ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രസ്റ്റ് ചെയർമാൻ ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. ഷറയ്യ കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആരിസ് ബിൻ സലീമാണ്. അവരൊക്കെ ആ രംഗത്ത് നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അക്കാഡമിക് സമിതിയിൽ ബഹുമാന്യ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരാണ് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള പലരും വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെട്ട പലരും ഈ വിഷയത്തിൽ നമ്മുടെ കൂടെ എല്ലാ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് സദാസമയത്തുമുണ്ട്. ഇത് അസ്ലം കെ പോലുള്ള ആളുകളൊക്കെ ഏത് സമയത്തും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൂടി ഇതേപോലെ നൽകണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പരമാവധി എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് എല്ലാം അതിൽ കിട്ടാവുന്ന രൂപത്തിൽ തന്നെയാണ് ഇതുവരെയും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് പ്രതീക്ഷ. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഇനി അത്യാവശ്യ ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. കാരണം ഫൈസൽ മൗലയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരു സമയം ഒഴിവില്ലാതെ ഇന്ന് നമ്മുടെ ഇതിനു വേണ്ടി രാത്രി ഉറക്കം വെച്ചിരിക്കുക. കാലത്ത് സുബിയോടുകൂടി